വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. ടി.ജി. മോഹൻദാസിനെതിരെ കേസെടുത്തു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. സൈബർ പോലീസാണ് കേസെടുത്തത്. ടി.ജി. മോഹൻദാസിനെതിരായ കേസെടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്തെ സൈബർ പോലീസ്. അതായത് അധിക്ഷേപം, കലാപാഹരം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. CJPയുടെ സമരത്തിൽ പങ്കെടുത്ത പെൺകുട്ടികൾക്കെതിരെ അധിക്ഷേപപരമായ പരാമർശം നടത്തിയെന്നതായിരുന്നു ടി.ജി. മോഹൻദാസിനെതിരായ പരാതി. നിരവധി പരാതികൾ പോലീസിന് മുമ്പ് ലഭിച്ചു. ഒടുവിൽ ഇതാ സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നു. ടി.ജി. മോഹൻദാസ് ഈ കേസിൽ കുടുങ്ങുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ടി.ജി. മോഹൻദാസിനെ ചോദ്യം ചെയ്യാനായി പോലീസ് വിളിച്ചു വരുത്തുമെന്ന കാര്യത്തിലും വ്യക്തത ഉണ്ടാവുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഉണ്ടാവുന്നത്. വി വിനോദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിനോദ്, വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഉണ്ടാവുന്നത്. ടി.ജി. മോഹൻദാസിനെതിരെ ഏതൊക്കെ വകുപ്പിലാണ് ചുമത്തപ്പെട്ടിരിക്കുന്നത്? സൈത്ത്, വലിയ പ്രതിഷേധമാണ് ടി.ജി. മോഹൻദാസിൻ്റെ വാക്കുകൾക്കെതിരെ ഉണ്ടായത്. RSS BJP നേതൃത്വങ്ങൾ പോലും ടി.ജി. മോഹൻദാസിനെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വ്യക്തിപരമായാണ് ടി.ജി. മോഹൻദാസിൻ്റെ വാക്കുകളെന്ന വിശദീകരണമാണ് സംഘപരിവാർ സംഘടനകൾ പോലും പറഞ്ഞത്. ഈ ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണമെന്നും അവിടെ വന്ന പെൺകുട്ടികൾ അവർ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണെന്നുമായിരുന്നു ടി.ജി. മോഹൻദാസിൻ്റെ വിവാദ പ്രസ്താവന. ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ ടി.ജി. മോഹൻദാസിൻ്റെ വസതിയിലടക്കം പ്രതിഷേധ മാർച്ചുകളുണ്ടായി. SFIയും ASFും AYFും അടക്കമുള്ള യുവജന സംഘടനകൾ, DYFI, യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ സംഘടനകളെല്ലാം തന്നെ ഇതിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. നിരവധി പരാതികൾ പോലീസിന് ലഭിക്കുകയും ചെയ്തു. ഇപ്പോൾ സിറ്റി സൈബർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. വിവിധ വകുപ്പുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. BNS 192, 353 1, അതോടൊപ്പം തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൻ്റെ 66 വകുപ്പ്, 120(0) എന്ന വകുപ്പുകളാണ് ഇപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 120(O) എന്ന വകുപ്പാണ്. അങ്ങനെ ഗൂഢാലോചന കുറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നതാണ്. ഇതിൽ FIRൽ വിശദീകരിച്ചിരിക്കുന്നത് പൊതുശാന്തിക്ക് തടസ്സമുണ്ടാക്കുക, അതോടൊപ്പം തന്നെ ലഹളയ്ക്ക് ആഹ്വാനം ചെയ്തു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ FIRൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജാമ്യമില്ലാത്ത വകുപ്പുകളെന്നാണ് നമുക്ക് ഒറ്റനോട്ടത്തിൽ മനസ്സിലാകുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട്. എങ്കിലും ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനമാണ് ടി.ജി. മോഹൻദാസിനെതിരെ ഉയർന്നു വന്നത്. ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് ഇതുവരെ ടി.ജി. മോഹൻദാസിൻ്റെ ഒരു വിശദീകരണം പിന്നീട് വന്നിട്ടില്ല. ഏതായിരുന്നാലും നമുക്കറിയാം, ഈ സമരവുമായി ബന്ധപ്പെട്ട് ചിലർ പ്രസ്താവനകൾ നടത്തുകയും അതെല്ലാം തന്നെ പുലിവാലാകുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പേളിമാണിയുടെയൊക്കെ തന്നെ ചില പരാമർശങ്ങൾ അതും തിരുത്തിക്കൊണ്ട് അവർ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ ഗണത്തിൽ തന്നെ അതിൻ്റെ ഒരു തീവ്രത, നമ്മൾ ഇപ്പോഴത്തെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ കുറച്ച് തീവ്രത കൂടുതലുള്ള പരാമർശമായിരുന്നു ടി.ജി. മോഹൻദാസിൻ്റെതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ തരത്തിൽ വലിയ വിമർശനം അദ്ദേഹം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. വലിയ പ്രതിഷേധങ്ങൾ സ്വന്തം വസതിയിലേക്ക് അടക്കമുണ്ടായി. ഇപ്പോൾ ഇതാ പോലീസ് കേസെടുത്തിരിക്കുന്നു. P. പ്രകാശ് അദ്ദേഹത്തിനാണ് ഇതിൻ്റെ അന്വേഷണ ചുമതല എന്നാണ് മനസ്സിലാക്കുന്നത്. വൈകാതെ തന്നെ ഇതിൽ തുടർ നടപടി ഉണ്ടാകും. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ നീളും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൈത്ത്, വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നത്. ടി.ജി. മോഹൻദാസിനെതിരെ കേസെടുത്ത പോലീസ് നടപടി. നേരത്തെ ടി.ജി. മോഹൻദാസിൻ്റെ നിലപാടുകൾ RSS BJP നേതൃത്വങ്ങൾ തള്ളിപ്പറഞ്ഞിരുന്നു. നമുക്കറിയാം, പലപ്പോഴും ടി.ജി. മോഹൻദാസ് വളരെ റൈറ്റ് ഹാൻഡ് നിലപാടുകൾ എടുക്കുന്ന വ്യക്തിയാണ്. BJPക്കും RSSനും അനുകൂലമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തി കൂടിയായിരുന്നു. പക്ഷേ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ ഈ പ്രസ്താവനയെ BJPയും RSS നേതൃത്വവും തള്ളിപ്പറയുന്നു. തങ്ങളുടെ വക്താവല്ല, തങ്ങളുടെ സൈദ്ധാന്തികനല്ല എന്നതാണ് അവരുടെ വാദം. എന്തായാലും ടി.ജി. മോഹൻദാസിൻ്റെ പ്രതികരണം അടക്കം ഈ വിഷയത്തിൽ ഉണ്ടാവണം. ഈ കേസിൽ തുടർ നടപടികളും നീക്കങ്ങളും ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ടി.ജി. മോഹൻദാസ് ഈ കേസിൽ പ്രതിയായി മാറുകയാണ്. വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഉണ്ടാവുന്നത്. നിരവധി സംഘടനകളാണ് ഈ വിഷയത്തിൽ കടുത്ത നീക്കങ്ങളുമായി രംഗത്ത് വന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇതിൽ വിഷയം പ്രധാനപ്പെട്ടതാണ്. വിനോദ, ഒരു കാര്യം കൂടി, ഈ വകുപ്പുകൾ എത്ര കണ്ട് പ്രാധാന്യമുള്ളതാണ്, ഒപ്പം തന്നെ അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം പ്രധാനപ്പെട്ടതാണല്ലോ. കാരണം പോലീസ് ആദ്യം കേസെടുക്കാൻ വിമുഖത കാട്ടി എന്നൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. ഒടുവിൽ കേസെടുക്കാൻ അല്പം വൈകി എന്ന ആക്ഷേപം നിലനിൽക്കുന്നുമുണ്ട്. എന്താണ് ഈ പോലീസിൻ്റെ ഈ നീക്കം? സൈത്ത്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കടുത്ത വകുപ്പുകൾ തന്നെയാണ്. കാരണം കലാപാഹ്വാനമുണ്ട്, സമൂഹത്തിൽ അശാന്തി പടർത്താനുള്ള ഒരു നീക്കമായി തന്നെയാണ് പോലീസ് ഇതിനെ കാണുന്നത്. സ്വാഭാവികമായും അറസ്റ്റ് ചെയ്യപ്പെടാവുന്ന വകുപ്പ് തന്നെയാണ്. ജാമ്യം ലഭിക്കുമോ എന്നതിൽ ചില വകുപ്പുകൾ കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ പെട്ടെന്ന് ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളായി നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഏതായിരുന്നാലും വളരെ ഒരു കടന്ന പ്രയോഗമാണ് മോഹൻദാസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നത് വളരെ വ്യക്തമാണ്. കാരണം സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് അടക്കമുള്ള വകുപ്പുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ്, പെൺകുട്ടികളാണ് സമരത്തിന് വന്നിട്ടുള്ളത്. അവർ അത് ആസ്വദിക്കുന്ന ആളുകളാണ് തുടങ്ങി
തീർത്തും നമുക്ക് ഹീനം എന്ന് പറയാവുന്ന തരത്തിലുള്ള വാക്കുകൾ തന്നെയാണ് ഉപയോഗിച്ചത്. മാത്രമല്ല 4 മണിക്കൂർ കൊണ്ട് സമരം അവസാനിപ്പിക്കാൻ കഴിയും, ഈ കുട്ടികളെ വെടിവെച്ച് കൊല്ലണമായിരുന്നു, ശവങ്ങൾ അവിടെ നിന്ന് തൂക്കിക്കൊണ്ട് പോകണമായിരുന്നു എന്ന തരത്തിൽ താനായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ, തൻ്റെ ഉത്തരവാദിത്തമായിരുന്നുവെങ്കിൽ താൻ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ജൽപ്പനങ്ങളുണ്ടായി. അത് അത്ര കണ്ട് മ്ലേച്ഛമായ ഭാഷയിൽ തന്നെയാണ് അങ്ങനെ ഒരാൾ സംസാരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പ്രതിഷേധം കനത്തതും. അത് പ്രത്യേകിച്ച് യുവജന സംഘടനകളുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധമുണ്ടായി. SFIയുടെയും ASFിൻ്റെയും AYFിൻ്റെയും DYFIയുടെയും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയും KSയുവിൻ്റെയും ഒക്കെ തന്നെ ഭാഗത്ത് നിന്ന് വിമർശനമുണ്ടായി. സംഘപരിവാർ സംഘടനകളുടെ നിലപാട് കൂടി ശ്രദ്ധേയമാണ്. അവർ ഈ കാര്യത്തിൽ മോഹൻദാസിനെ ഏറ്റെടുത്തില്ല എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അദ്ദേഹത്തിൻ്റേത് സ്വന്തം വാക്കുകളാണ്, വ്യക്തിപരമായ വാക്കുകളാണ്, അതിന് സംഘടനാപരമായ എന്തെങ്കിലും കാര്യമില്ല എന്ന നിലയിൽ തന്നെയാണ് BJP അടക്കമുള്ള സംഘടനകൾ ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചത്. അതും ഇക്കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമാണ്. മോഹൻദാസ് ഒറ്റയ്ക്ക് തന്നെ ഈ പറഞ്ഞ വാക്കുകൾ അദ്ദേഹം ഇതിൻ്റെ നിയമപരമായ പ്രശ്നങ്ങൾ കൂടി ഒറ്റയ്ക്ക് നേരിടേണ്ടി വരും എന്നതുകൂടി കൂടുതൽ സ്പഷ്ടമാവുകയാണ് സജിത്ത്. അതാണ് സാഹചര്യം. എന്തായാലും നേരത്തെ BJPയും RSSും മോഹൻദാസിനെ കൈവിട്ടിരുന്നു. ഇനി എന്തായാലും അവർ ന്യായീകരിക്കാൻ ഇക്കാര്യത്തിൽ ഉണ്ടാവില്ലെന്ന് വ്യക്തമാണ്. ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള നീക്കം കൂടിയാണ്. ഒരുപക്ഷേ ഈ CJP സമരവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നതിൽ ഏറ്റവും മോശമായ, ഏറ്റവും വലിയ രീതിയിൽ നമ്മൾ എതിർക്കപ്പെടേണ്ട പ്രസ്താവനയാണ് മോഹൻദാസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അത്ര മ്ലേച്ഛകരമായ, അത്ര തരത്തിലുള്ള ഗുരുതരമായ പരാമർശമാണ്. ഇതുവരെ രാജ്യം നിരവധി സമരങ്ങൾ കണ്ടിട്ടുള്ളതാണ്. എല്ലാ സമരങ്ങളോടും ഈ നിലപാടാണോ മോഹൻദാസിന് എന്ന കാര്യത്തിൽ കൂടി വ്യക്തത വേണ്ടിവരും. എന്തായാലും മോഹൻദാസിൻ്റെ പ്രതികരണത്തിൽ കൂടി ഞങ്ങൾ ശ്രമിച്ചിരുന്നു, പക്ഷേ അദ്ദേഹത്തെ ടെലഫോൺ ലൈനിൽ കിട്ടുന്നില്ല എന്നതാണ് സാഹചര്യം.